ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിതാ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് യു എയിലേക്ക് പോവുകയാണ് കേട്ടോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ ബേബിനായിട്ട് പോകണ കാരണം ഞാൻ ഒറ്റക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ആയ കാരണം വീഡിയോസൊക്കെ കുറവാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം മോളെ ഞാൻ ഒരു ക്യാരി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ക്യാരി ബാഗിലാക്കിയിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഒറ്റയ്ക്ക് പോണ കാരണമാണ് കേട്ടോ ക്യാരി ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും ഉമ്മച്ചിനെ വിട്ടു പോകണ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഉമ്മച്ചി ഇപ്പോൾ കുറേ ആയിട്ട് എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ പോണത്. അപ്പോൾ നമ്മളിതാ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മൾ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടോ. ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു ടെൻഷൻ തന്നിട്ടുണ്ടായിരുന്നു അവർ. എൻ്റെ വിസ 21-ന് തീരുകയാണ് കേട്ടോ. അപ്പം 21-നാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലവർ കുറച്ചൊന്നും നമ്മളെ പേടിപ്പിച്ച് ഇപ്പോൾ കയറാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായില്ല, അൽഹംദുലില്ലാ. നമ്മൾ എയർപോർട്ടിൽ ഇങ്ങനെ ഇരുന്ന് ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി കേട്ടോ. 2:20-നുള്ള 2:45 കേട്ടോ ഫ്ലൈറ്റിൽ എടുത്തത്. അപ്പോൾ കയറിയ പാട് ഞാൻ വേഗം അവൾക്ക് പാല് കൊടുത്തിട്ടാ. എന്നിട്ട് അവൾ പുതപ്പിട്ടപ്പോൾ അതൊക്കെ തട്ടി മാറ്റി. എന്നിട്ട് ഞാൻ പിന്നെ ഫ്ലൈറ്റ് എന്താ പറയുക പൊന്തുന്ന ടൈമിലാണ് കേട്ടോ ഞാൻ അവൾക്ക് സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇതാക്കി. അതിൻ്റെ കൂടെ ഞാനൊരു നെസ്കഫെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉറങ്ങരുതല്ലോ. അപ്പോൾ ഞാൻ നല്ലൊരു അടിപൊളി ക്യാപ്പിച്ചീനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 200 റുപ്പീസാണ് കേട്ടോ അതിന് വരുന്നത്. 205 അങ്ങനെ എന്തോ ആണ് കേട്ടോ വാങ്ങിയത്. എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും ഇപ്പോൾ ഇതുള്ള കോസ്റ്റുള്ള കോഫി ഇതാവും ഞാൻ കുടിച്ചിട്ടുണ്ടാവുക ഫ്ലൈറ്റിൽ നിന്ന്. അപ്പോൾ അവൾ എൻ്റെ മടിയിലായിരുന്നു. പിന്നെ ഞാൻ അവളെ സീറ്റിൽ കിടത്തിയിട്ടാണ് എന്താ പറയുക അവൾക്ക് കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൾ പെട്ടെന്ന് നീച്ചാലും അറിയുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്ലൈറ്റിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എന്താ പറയുക, എനിക്ക് നല്ല ഒരു ഓവർ കൺജസ്റ്റഡ് അല്ലാണ്ട് പോയി കേട്ടോ. നമ്മൾ എയർ അറേബ്യയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും മോളും ഇങ്ങനെ കിടക്കുമ്പോൾ അവളെ അടുത്ത് ഇങ്ങനെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. നല്ല നമുക്ക് വിൻഡോ സീറ്റ്, ഒരു സീറ്റ് ഫുൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മോളും അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വിൻഡോയിലൂടെ അങ്ങനെ ഓരോന്ന് നോക്കലും അതുപോലെ ലാൻഡിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ അത്. കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞാൻ ലാൻഡിങ്ങിൻ്റെ ടൈമിൽ ഞാൻ അവിടെ എൻ്റെ കയ്യിലാണ് കേട്ടോ പിടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഒരു ജർക്കിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്ലൈറ്റ് നിർത്തിയിട്ട് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത് ഞാൻ തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇറങ്ങിയിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഫ്ലൈറ്റ് റാസൽ കൈമയിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. നല്ല സുഖമായിരുന്നു കേട്ടോ. ഞാൻ പറയും കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ റാസൽ കൈമ ഇറങ്ങുകയാണ് നല്ലത്. എനിക്ക് അങ്ങനെയായിട്ട് ഫീൽ ചെയ്തത്. നമ്മളെ ഫ്ലൈറ്റാണ് കേട്ടോ, നമ്മൾ വന്ന ഫ്ലൈറ്റാണ് അത്. ആ ഫ്ലൈറ്റിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടുന്ന് കുറച്ചും കൂടി നടക്കണം. അപ്പം എൻ്റെ ബാഗും ഇതൊക്കെ ആൾ പിടിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലുള്ളൊക്കെ ഹാൻഡ് ബാഗും അതുപോലെ ഇതൊക്കെ ലഗേജൊക്കെ ഒരാൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിതാ ഇവിടെ എത്തിയിട്ടോ. എൻ്റെ റാസൽ കൈമ എയർപോർട്ടിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് കേട്ടോ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മോളെ കണ്ടപ്പോൾ. കാരണം കണ്ടിട്ട് പോയതാണ്, എന്നാലും കൂടിയിട്ട് നമുക്ക് അത്രയും കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയ ഒരാളല്ലേ. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ വരുന്നതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഞാൻ പിന്നെ അവിടെ കുറച്ചൊക്കെ അങ്ങനെ നടന്നു കേട്ടോ. എയർപോർട്ടിൻ്റെ ഭാഗത്ത് വണ്ടി എടുക്കാൻ പോയപ്പോൾ മോളായിട്ട് നല്ല മഞ്ഞുണ്ടായിരുന്നു. നല്ല എനിക്കെന്താ ഒരു കാം ആൻഡ് ക്വയറ്റാണ് കേട്ടോ അവിടെ. കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു ഇത് തന്നെ പറയാം, എയർപോർട്ട് തന്നെ പറയാം, റാസൽ കൈമ എയർപോർട്ട്. എനിക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായി കേട്ടോ. നമുക്ക് ഈസിലി യാത്ര ചെയ്യാൻ പറ്റിയൊരു എയർപോർട്ട് ആണെങ്കിൽ റാസൽ കൈമ പറയാം. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും വീഡിയോസ് വേണ്ടവർ കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്തൊക്കെ വീഡിയോസാണ് നമുക്ക് വേണ്ടത്. ഇൻഷാ അള്ളാ ഞാൻ ഇവിടുത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മൾ പോണതും വരുന്നതും.